ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോസെല്ലാം ആക്കിയിട്ട് അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും നോമ്പെല്ലാം എങ്ങനെ പോകുന്നു? റാത്തല്ലേ? ഇവിടെ നല്ല ചൂടാണ്, അതേപോലെ തന്നെ 2 ദിവസം മഴ ഉണ്ടായിന്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെല്ലാം എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യ്. വീഡിയോസ് ഇട്ടിട്ട് തന്നെ കുറേ ആയി, അപ്പോൾ ഇനി വെക്കേഷൻ അല്ലേ വരുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോസിൽ ഇടണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കും കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും അത്. കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് പോളറോയിഡ്സിനെ കുറിച്ചിട്ടുള്ളത്. അതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, ആ വീഡിയോയ്ക്ക് ഇപ്പോൾ 6K സംതിങ് വ്യൂസ് ആയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് എത്രയുള്ള വ്യൂസ് ആവുമെന്നുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. ആ വീഡിയോൻ്റെ താഴെ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു, ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാനൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് റേറ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മിനി പോളറോയിഡ്സ് ആണെങ്കിൽ ഒരു പോളറോയിഡിന് 5 റുപ്പീസും, നോർമൽ അതായത് ബിഗ് സൈസുള്ള പോളറോയിഡ്സ് ആണെങ്കിൽ നമുക്ക് 10 റുപ്പീസ് വെച്ചിട്ട് സെയിൽ ചെയ്യാം. പിന്നെ ചോദിച്ചിട്ടുള്ളത് പോളറോയിഡ്സ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. A3യിൽ എത്ര സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. മിനി പോളറോയിഡ്സ് ആണെങ്കിൽ നമുക്ക് A3യിൽ 36 പോളറോയിഡ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നോർമൽ സൈസ് ആണെങ്കിൽ നമുക്ക് 36ൻ്റെ ഹാഫ് സെറ്റ് ചെയ്യാം. യൂഷ്വലി ബിഗ് പോളറോയിഡ്സിൻ്റെ കേസിൽ ഞാൻ ചെയ്യൽ A4ൽ 9 സെറ്റ് ചെയ്യും, പിന്നെ ഒരു A4ലേക്ക് 9 സെറ്റ് ചെയ്യും. അത് രണ്ടും കൂടിയിട്ട് A3യിലേക്ക് അറ്റാച്ച് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 18 കിട്ടും. പിന്നെ ചോദിച്ചിട്ടുള്ളത് പ്രിൻറ്റിങ് റേറ്റ് ആണ്. പ്രിൻറ്റിങ് റേറ്റ് ഓരോ ഷോപ്പിൽ ഓരോന്നായിരിക്കും. ഞാൻ ചെയ്യുന്നിടത്ത് 70 റുപ്പീസാണ് കൊടുത്തുകൊണ്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ വേറൊരു ഷോപ്പിൽ പോയപ്പോൾ അതിനേക്കാളും റേറ്റ് കുറവിൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഷോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 300 GSM വേണം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കട്ടിയുള്ളതായിരിക്കണം പോളറോയിഡ്സ്. പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, പോളറോയിഡ് ഫ്രെയിം ചൂസ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അത് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. കുറേ ഫ്രെയിംസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്കത് പ്യുവർ വൈറ്റ് ആവണമെന്നൊന്നും ഇല്ല ഫ്രെയിം. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രിൻ്റ് ചെയ്ത് കിട്ടുമ്പോൾ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നത് മേ ബി ഫോട്ടോസ് ക്ലാരിറ്റി ഉണ്ടാവില്ല. നിങ്ങളപ്പോൾ കസ്റ്റമേഴ്സിനോട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ സെൻഡ് ചെയ്യാൻ പറയാം. മേ ബി സ്ക്രീൻഷോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോ അത് പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ അത് ക്ലാരിറ്റി ഇല്ലാതാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് തന്നെ ആഡ് ചെയ്യാൻ നോക്കുക. സ്ക്രീൻഷോട്ട് പോലെയുള്ള ഫോട്ടോസൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പ്രിൻറ്റിങ് നെയിം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലേസർ പ്രിൻ്റ് എന്നാണ്, 300 GSM ചെയ്യേണ്ടത്. പിന്നെ പോളറോയിഡ് കട്ട് ചെയ്യുന്ന ആ സംഭവം എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ലോക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ പോയാൽ അത് കിട്ടും. സിസേഴ്സ് വെച്ചിട്ടും ചെയ്യാം, പക്ഷേ നമുക്ക് സിസേഴ്സിനേക്കാളും നല്ലത് ഈ ഒരു നൈഫ് യൂസ് ആക്കുന്നതാണ്. കാരണം നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് ചെയ്യുമ്പോഴേക്ക് വലിയ എഡ്ജസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടുമല്ലോ. പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഈ ഒരു നൈഫ് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി തോന്നിയിട്ടുണ്ടായിരുന്നു. അടുത്തുള്ള ഫോട്ടോസൊക്കെ കട്ടായി പോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ അത് യൂസ് ചെയ്യുന്നത് കഴിയുമ്പോൾ ശരിയാവും. ഫസ്റ്റ് നമ്മൾ നല്ലോണം കെയർ കൊടുത്തിട്ട് നല്ലോണം ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് പോയാൽ വീണ്ടും നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടി വരുമല്ലേ. പിന്നെ പോളറോയിഡ്സ് കട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ ചെയ്യാം. പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളതൊന്നുമില്ല. ഞാൻ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഈ നൈഫ് കൊണ്ട് കട്ട് ചെയ്യാനാണുള്ളത്. കുറച്ച് കെയർ കൊടുത്തിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ പാക്കിംഗ് വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് പോളറോയിഡ്സ് പാക്ക് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കൊറിയർ അയക്കുന്ന വീഡിയോസ് ആണോ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. പാക്ക് ചെയ്യുന്നതാണെങ്കിൽ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുന്നതായാലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് വേണ്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് മെയിനായിട്ട് വേണ്ടത്. കാരണം നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വ്യൂസ് ഇല്ലാന്ന് കാണുമ്പോൾ പിന്നെ നമുക്ക് അതിനുള്ള എനർജി ഉണ്ടാവില്ലല്ലോ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.